ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായിട്ട് നന്ദി പറയുന്നു. ഇതാ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് 38 വർഷമായി കുളക്കരയിൽ സൗഖ്യത്തിന് വേണ്ടി കാത്തു കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിനൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ദൂതന്മാർ വന്ന് വെള്ളം കലക്കി ആദ്യം ഇറങ്ങുന്ന ആളാരാണോ ആ വ്യക്തി അവിടെ സൗഖ്യമാകും. അതേത് രോഗമുള്ളവനാണെങ്കിലും സൗഖ്യമാകും. എന്നാൽ 38 വർഷം, അതായത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും ആ കുളക്കരയിൽ കിടന്നിട്ടും അതിനകത്ത് ഇറങ്ങി സൗഖ്യമാകാൻ കഴിയാതെ കിടക്കുന്നൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങൾ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്തുകൊണ്ട് നീ ഇറങ്ങുന്നില്ല? എന്തുകൊണ്ട് നിനക്ക് സൗഖ്യം കിട്ടുന്നില്ല? എന്തുകൊണ്ട് നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു എന്ന ചോദ്യങ്ങളും അവൻ്റെ മുമ്പിൽ പലതും വന്നിരിക്കാം. അവൻ്റെ ആ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങാം, എനിക്ക് സൗഖ്യമാകാൻ കഴിയുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാൻ വരെ സാധ്യതയുള്ള സമയമാണ്. അങ്ങനെ അവനോട് വെയിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ അതിലെ നമ്മുടെ യേശു കർത്താവ് കടന്നു വരികയും അവനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. ഇതുവരെ അവൻ കേട്ട ചോദ്യമെന്ന് പറയുന്നത്, നീ എന്തുകൊണ്ട് കുളത്തിൽ ഇറങ്ങുന്നില്ല? എന്തുകൊണ്ട് നിനക്ക് സൗഖ്യമാകാൻ കഴിയുന്നില്ല? നിനക്ക് ഇറങ്ങാൻ സാധിക്കുമോ? ഒരു പക്ഷേ ഇറങ്ങാൻ സാധിക്കത്തില്ലായിരിക്കാം. അങ്ങനെ അവനോട് അവൻ്റെ ഹൃദയവും ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ യേശു കർത്താവ് അവൻ്റെ അടുത്തേക്ക് വന്നു. അവനോട് സംസാരിക്കുകയാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന്. ഇതുവരെ അവൻ കേട്ട സംശയത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും വാക്കുകളായിരുന്നെങ്കിൽ യേശു സംസാരിച്ചത് സ്നേഹത്തിൻ്റെ വാക്കാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന്. പലപ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ സാഹചര്യങ്ങളിൽ പല കുറ്റപ്പെടുത്തലൊക്കെ നമ്മൾ കേട്ടിരിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാഞ്ഞത്? എന്തുകൊണ്ടാണ് നീ സൗഖ്യമാകാത്തത്? എന്നാൽ കർത്താവ് ചോദിക്കുന്ന ശബ്ദം ഇതാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന്. അത് ആ ഒരു വാക്കിനെ മുമ്പിൽ അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവന് കുളത്തിലിറങ്ങേണ്ടി വന്നില്ല, അവന് മറ്റുള്ള സഹായം വേണ്ടി വന്നില്ല. ആ കർത്താവിൻ്റെ ഒറ്റ വാക്കിന്, ആ കർത്താവിൻ്റെ ശബ്ദത്തിന് അവനെ വിടുവിക്കുവാൻ സാധിച്ചു. അവൻ എഴുന്നേറ്റ് നടന്ന് തൻ്റെ വീട്ടിലേക്കും മടങ്ങിയെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെയാണ് പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ വർഷങ്ങളായി, കാലങ്ങളായി പലരും പല ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ യേശു കർത്താവ് ചോദിക്കുന്നത് ഇപ്രകാരമാണ്, സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. അതെ, ഇന്നത്തെ ദിവസം നമ്മളെ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. അതെ, എനിക്ക് മനസ്സുണ്ട്. 38 വർഷം, അതായത് അവൻ്റെ ജീവിതം മുഴുവൻ അവിടെ തീർന്നു പോകേണ്ട സാഹചര്യമായിരുന്നു. എന്നാൽ കാലതാമസമില്ലാതെ ആ അത്ഭുതം യേശു ചെയ്തതുപോലെ ഇന്ന് പകലിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. God bless you. Have a nice day.